ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ SSLC ന്യൂ സിലബസിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ കണക്ക് സബ്ജക്റ്റാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിയ ഈ നമ്പേഴ്സ് 1, 2, 3, 4, 5 എക്സെട്ര, ഈ നമ്പറിന് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയും. നാച്ചുറൽ നമ്പർ. സെക്കൻഡ് റോ നോക്കിയേ, 2, 4, 6, 8, 10 എക്സെട്ര. ഇത് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്. അടുത്തത് ഓഡ് നമ്പേഴ്സ്, 1, 3, 5, 7, 9. ഇത് ഓഡ് നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ ഇത് ഇരട്ട സംഖ്യ, ഇത് ഒറ്റ നമ്പർ, ഒറ്റ സംഖ്യ. അടുത്തത് ഹാഫ്, 1, 1 1/2, 2, 2.5 എക്സ്ട്രാ, ഇങ്ങനെ പോകുന്നു. ഓരോ നമ്പറിൻ്റെ കൂടെ അര കൂട്ടി പോകുന്നു. അടുത്തത് 1, 4, 9. ഇത് 1ൻ്റെ സ്ക്വയർ, 1 സ്ക്വയർഡ്, 2 സ്ക്വയർ, 3 സ്ക്വയർ, 2 സ്ക്വയർ 4, 3 സ്ക്വയർ ആകുമ്പോൾ 9. അടുത്തത് 4 സ്ക്വയർ, അപ്പോൾ 16 വരും. ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോകുന്നു. ഈ കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സിന് which are ordered as the first, second, third and so on, like this, according to some rule, is called number sequence. ഇതിനെയാണ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. നമ്പർ സീക്വൻസ്. അടുത്തതിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Such sequence often arise in computing various measurements. If you order polygons according to the number of sides as triangle ആകുമ്പോൾ 3 സൈഡ്. According to the number of sides as triangle, quadrilateral, pentagons and so on, and calculate the sum of their inner angles, we get the number of sequences. Okay, this is triangle, trigonum. ഇത് polygon, ഇതിന് 4 സൈഡ്. ഇത് 5 സൈഡ്, ഹെക്സാഗൺ. ഇത് പെൻറ്റാഗൺ, ഇത് ഹെക്സാഗൺ. ഇങ്ങനെ പോളിഗൺ വന്ന് ഒരു 3, ഇതിൻ്റെ സൈഡ് വന്ന് 3 സൈഡ്, ഇതിന് 4 സൈഡ്, ഇതിന് 5 സൈഡ്, ഇതിന് 6 സൈഡ്, ഇങ്ങനെ കൂട്ടിക്കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, വി ഗെറ്റ് ദ നമ്പർ ഓഫ് സീക്വൻസസ്, ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസസ്. ഇന്നർ ആംഗിൾസ് എത്ര വരും? ട്രിയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസ് ഒന്ന് 180, 60, 60, 60. ഇത് 180 വരും. അടുത്തത് 4 ആംഗിൾസ് വരുമ്പോഴത്തേക്ക് 90, 90, 90. 4 into 90. That is square root. That is called 360. അടുത്തത് എത്ര വരും? 540. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊരു സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്തതൊരു ഫിഗർ, ഒരു ട്രയാങ്കിള്, പോളിഗണ്. ഇത് 3, ഇത് 2, ഇത് 4 പേജസ്, സൈഡ്സ്. ഇങ്ങനെ നമുക്ക് വരച്ചുകൊണ്ട് പോയത് ഒരു ക്ലോസ്ഡ് പോളിഗൺസ്. ഇതിലിപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒരു കൊടുത്തിരിക്കുന്ന 1, 1. അപ്പോൾ ഇതിൻ്റെ സൈഡിൻ്റെ അളവെന്ന് പറയുന്നത്, സപ്പോസ് ദിസ് ഈസ് ABC and the longer side is AB squared plus AC squared is equal to CB squared. That is a formula. Then this is 1 squared plus 1 squared is equal to CB squared. That is 2. Square root of this square root, then square root of 2. This part is square root of 2. Okay, അതുപോലെ നമുക്ക് ഓരോ ഇതും കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ട് 2, ഇത് വരുമ്പോൾ സ്ക്വയർ റൂട്ട് 3, അടുത്തത് വരുമ്പോഴത്തേക്ക് സ്ക്വയർ റൂട്ട് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 1 √2 √3
ഇതൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് വരുന്നു. ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ ഡിഫറൻസ് സെയിം ആയിരുന്നാലാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അടുത്തത്, the same sequence can be described in many ways. 1, 11, 21, 31. Look at this sequence. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10. 11 minus 10, 11 minus 1 is equal to 10. 21 minus 11 is equal to 10. So the difference is 10 each. So that is called an arithmetic sequence. If a number sequence, each and every two number, the difference between two numbers is the same between the other two numbers, then it is called an arithmetic sequence. Okay. ഇപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കാം. ഇതിൽ 3 പുള്ളികളാണുള്ളത്. ഇത് 3 ഡോട്ട്സ്. ഇതിലെത്രയുണ്ട്? 6, 6 ഡോട്ട്സ്. അടുത്തതിൽ പോകുമ്പോഴത്തേക്ക് ഇതൊരു 10 ഡോട്ട്, അടുത്തത് 15 ഡോട്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ഇതിന് 3, ഇതിൻ്റെ കൂടെ അടുത്തൊരു 3, 1, 2, 3 കൂട്ടിയപ്പോൾ 6. അടുത്തത് ഇതിൻ്റെ കൂടെ 3 കൂട്ടി, അടുത്തത് 4 കൂട്ടി. 6 + 4 = 10. അടുത്തത് 4, അടുത്ത 5, 5 കൂട്ടിയപ്പോൾ 15. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അടുത്തത് വരുമ്പോഴത്തേക്ക് 6 കൂട്ടണം. ദെൻ വി ഗെറ്റ് 21. അതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫോർ ദ സീക്വൻസ് equilateral triangle, square, regular pentagon and so on, regular polygon, form the following sequences. Number of sides, അതായത് ട്രയാങ്കിൾ,